ഷിനോയി ഓക്കെ ഓക്കെ. പ്ലേറ്റിലേക്ക് ഇടുന്നതൊക്കെ ഇച്ചിരി മാറിപ്പോയി കഴിഞ്ഞാൽ ഭൂപടം പോലെ. അതെ അതെ. അപ്പോൾ അമ്മച്ചി ഇന്ന് പാചകം അടിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ? ഇന്ന് നമുക്കൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനാണ്. മുട്ട ഓംലെറ്റ്. 3 മുട്ടയെന്നല്ലേ? 3 മുട്ട. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓംലെറ്റാണ്. അതെ അതെ. ആർക്കും എപ്പോഴും അതെ, എപ്പം വേണേലും എഴുന്നേറ്റും വേഗം ഉണ്ടാക്കാം. ഉള്ള വീട്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ. നമ്മൾ സ്പെഷ്യലായിട്ട് വലിയ സംഭവം ഒന്നും ചേർക്കുന്നില്ല. ആ, എല്ലാവരും പണ്ടൊക്കെ എങ്ങനെയാ അത് തന്നെ യഥാർത്ഥ മുട്ട ഓംലെറ്റ് അല്ലേ? യഥാർത്ഥ മുട്ട ഓംലെറ്റ്. അപ്പോൾ ഇതാണ് യഥാർത്ഥ ഓംലെറ്റ്. ഞാൻ അമ്മച്ചിനെ ശ്രദ്ധിച്ചൊരു കാര്യം എന്നറിയാമോ? അമ്മച്ചി അരിച്ചിലെല്ലാം ഭയങ്കര സ്പീഡാണ്. സാധാരണ എല്ലാവരും ഈ കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ ചോപ്പറൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പഴയ കാലം തൊട്ടേ അങ്ങനെയാണല്ലോ. എല്ലാ സാധനവും അമ്മച്ചി കൈകൊണ്ട് ഇറച്ചിയൊക്കെ കണ്ടിക്കും കേട്ടോ. ആണോ? ഒന്നിനും വേറെ ഇതൊന്നും ഉപയോഗിക്കില്ല, കൈകൊണ്ട് തന്നെ. അല്ല, ഇറച്ചി അല്ലാതെ കട്ടിംഗ് ബോർഡ് വെച്ച് ഞാൻ വേഗം ചെയ്യും. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. മുട്ട ഇപ്പം നമ്മൾ ഇതിനകത്ത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് മുളക് അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം, ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ഒരെണ്ണം, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട്, പിന്നെ കുരുമുളക് ഒരു സ്വല്പം, നമുക്ക് സ്വല്പം ഉപ്പൊഴിക്കാം. എല്ലാം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ എത്തിച്ചിട്ട് തുടങ്ങിയേക്കാം അല്ലേ? തുടങ്ങാം. പാൻ ചൂടായിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം. മുട്ട ഓംലെറ്റ് റെഡി അല്ലേ? റെഡി. അതെ അതെ. ചൂടായെന്നറിയാനാ. നമുക്കെന്നാ റെഡി ആയിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായ ഓംലെറ്റാണ്. തക്കാളിയൊക്കെ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് നല്ല റെഡ് കളറും പച്ചമുളകിൻ്റെ ഗ്രീനും എല്ലാം കൂടെ ഇടുമ്പോഴത്തേക്ക് ഭംഗിയുണ്ട്. മുടി കൂടെ വെച്ചേക്കല്ലേ? അതെ, മുടി വെച്ചാൽ വേഗം റെഡിയാകും. നമുക്കിതൊന്ന് മറിച്ച് നോക്കാം. മറിച്ചിറാറായിട്ടില്ല, ഒരു സ്വല്പം കൂടെ കഴിയണം. മറിച്ചിടാം. റെഡിയായിട്ടുണ്ട്. മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അധികം സമയം വേണ്ട, കാരണം മുഴുവൻ വശം വെന്തതല്ലേ. ഓംലെറ്റ് റെഡിയായി. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ആ സൈഡ് തന്നെ വെക്കണം അല്ലേ? കാണാൻ ഭംഗിക്ക്. അതെ അതെ. അങ്ങനെയാണോ? എങ്ങനെ വെച്ചാലും വേണ്ടുകയില്ല, എല്ലാം ഒരുപോലെ. ഏതാണ് ഇഷ്ടം അതുപോലെ ചെയ്യുക. എന്നാലും മറിച്ചിട്ട സൈഡ് വെച്ചിട്ട് എടുത്ത് കഴിക്കുന്നതാണ് ഒരു ഭംഗി അല്ലേ? നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിച്ചിരി റിസ്ക് ആണിത്. നമ്മൾ ഇതിലേക്കൊന്ന് ഫിറ്റ് ചെയ്യാൻ. അതെ അതെ. അപ്പോൾ ഈ മറിച്ചിടുന്നതും
പ്ലേറ്റിലേക്ക് ഇടുന്നതൊക്കെ ഇച്ചിരി മാറിപ്പോയി കഴിഞ്ഞാൽ ഭൂപടം പോലെ ആയി. അതെ അതെ. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കണ്ടാൽ തന്നെ അറിയാം. എന്നാലും സൂപ്പർ ആണെന്നുള്ളത്. എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? സ്വല്പം ടേസ്റ്റ് നോക്കാം. ഓക്കെ, നല്ല ചൂടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റാണ്. ടേസ്റ്റാണ്. ഇപ്പോഴേ ഓരോരുത്തർ ബട്ടറൊക്കെ ചേർത്ത് നല്ലപോലെ അവർക്ക് ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ ഇഷ്ടം. അതെ, പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ട്. ഞാനിത് ആ മോഡലല്ല, ഞാൻ പഴയ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. എല്ലാ ഭക്ഷണങ്ങളും എല്ലാം പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കി. പഴമയുടെ രുചി. അതെ, യോജിക്കുന്ന പഴമയുടെ രുചിയാണ്. എന്തായാലും നല്ല സൂപ്പർ ഓംലെറ്റ് ആണ്. നമ്മുടെ വീട്ടിൽ ഉള്ള തക്കാളിയും സവോളയും പച്ചമുളകും കരിയാപ്പിലും എല്ലാം കൂട്ടിയിട്ടുള്ള ഈ സിമ്പിളായിട്ടുള്ള ഓംലെറ്റ് വളരെ സൂപ്പറാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഇനിയും അമ്മച്ചിയുടെ ഒരു രീതിയിൽ സ്പെഷ്യലായി ഉണ്ടാക്കി കഴിക്കുക അല്ലേ? അതെ, എല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പർ ഓംലെറ്റ് ആണ്. അപ്പോൾ വീണ്ടും കാണാം അമ്മച്ചി. ബൈ.